ഹലോ നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മാങ്ങയിൽ മീനിട്ട മാങ്ങാക്കറിയാണ്. അങ്കമാലി മാങ്ങാക്കറി എന്ന് പറയും. അപ്പോൾ അതിലേക്കായിട്ട് ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു 3 മാങ്ങ, അധികം വലിപ്പമില്ല, മാങ്ങ ചെറുതാണ്. 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി, നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. പിന്നെ അതിനായിട്ട് 1.5 സബോള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതൊക്കെ ചെറുതായി നീളത്തിൽ അരിഞ്ഞുണ്ട്. അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മുളക്, ഞാൻ എടുക്കുന്ന ചെറിയ ടീസ്പൂണാണ്, അപ്പോൾ 1/2 സ്പൂണേ കൊള്ളുള്ളൂ. അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അത് കുറച്ച് കൂടുതൽ വേണം മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി അങ്ങനെ ഇട്ടു. പിന്നെ വേപ്പില, ഇതെല്ലാം. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പണം. അത് കുറച്ച് നേരം തിരുമ്പണം, ഉടയാത്ത രീതിയിൽ നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം. അതൊക്കെ കുറച്ച് നേരം തിരുമ്പിയതിന് ശേഷം അതിൽ വിനാഗിരി ഒഴിക്കുക, 2 സ്പൂൺ വിനാഗിരി ഒഴിക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്പി ചേർക്കണം. പിന്നെ ഒരു മുറി നാളികേരം, അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി ഉള്ള ഒരു മുറി നാളികേരം ചിരകി അതിൻ്റെ മിക്സിയിൽ അടിച്ചിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കഷ്ടി 1 ഗ്ലാസ്സോളം നല്ല ഒന്നാം പാലും ബാക്കി 2 ഗ്ലാസ് വെള്ളം ചേർന്നിട്ടുള്ള 2ആം പാല് കുറച്ച് നീട്ടിയെടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ്. എന്നിട്ട് അത് ആ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് വേണം ഇത് അടുപ്പത്ത് വയ്ക്കാൻ. അത് പാകത്തിനുള്ള ഉപ്പ്, പുളി, മുളക് ഒക്കെ ആയിട്ടുണ്ട്. ഇത് വിനാഗിരിയാണ്, 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തു. ഇനി 2ആം പാൽ ഒഴിക്കണം. 2 ഗ്ലാസ് പാലുണ്ട്, അപ്പോൾ അത് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. ഇത് നല്ല കുറുകിയൊരു ചാറാണ് ആയിട്ട് വരിക. അപ്പം അതിലേക്ക് ഇടാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മത്തി, ചെറിയ മത്തിയാണ്. അതിൽ കുറച്ച് നല്ല കനം കൂടിയ മീനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതിപ്പം എൻ്റെ അടുത്ത് മത്തി ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ മത്തി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വരും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അത് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ കറിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോ അതുപോലെ ഹോസ്റ്റലിലോ താമസിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ ഈ കറിയാണ്. അപ്പം അതിൽ കറി വെന്തു, മത്തി വെന്ത് കഴിഞ്ഞു, അത് പാകമായിട്ട് ഇനി 1ആം പാലൊഴിച്ചു. അത് അധികം ഇളക്കാണ്ട് മെല്ലെ ഒന്ന് ചൂടായി വരുമ്പോഴാണ് ഇളക്കണ്ടോ, ഒഴിച്ച വശം ഇളക്കണ്ട. കുറച്ച് നേരം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക. പിന്നെ ഒന്നും കൂടി ചൂടായി വരുമ്പോൾ, തള വരുമ്പോൾ വീണ്ടും ഇളക്കുക. നാളികേരപ്പാൽ അല്ലെങ്കിൽ പിരിയും. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി അത് പാകമാകുമ്പോൾ സ്റ്റൗ നിന്ന് ഇറക്കുക. പിന്നെ ഒരു സബോള അരിഞ്ഞിട്ട് ചെറുതാക്കി, ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂപ്പിക്കണം, വേപ്പിലയും കൂടി ഇട്ടിട്ട്. ആദ്യം ഒരു ചെറിയ സ്പൂണ് ഉലുവ, 1/2 സ്പൂണ് ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കണം. ഉലുവയാണ് ഇതിലേക്ക്, അങ്കമാലി കറിയല്ലേ, നമ്മുടെ നാട്ടിലൊന്നും ഉലുവ ചേർക്കാറില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ട് പോകുന്നതോറൊക്കെ ഉലുവയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ടാണ് മീൻകറി വയ്ക്കുക. അപ്പം ഇതിൽ കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ട് വേണം വേപ്പിലയും സബോള ഇട്ട് മൂപ്പിക്കാൻ.
അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊന്ന് ഫോളോ ചെയ്യാൻ മടിക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ തുടർന്നും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഉള്ളി മൂത്ത് കഴിഞ്ഞു, സബോള മൂത്തു. ഇനി അതൊന്ന് കയറ്റി വയ്ക്കണം. കുറച്ച് മുളക് പൊടി ഒന്നിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ചൂടുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് മാറ്റിയിടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. സ്റ്റൗ ഓഫ് ആക്കിയിട്ടിട്ടാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാകുമ്പോൾ നല്ല ഓറഞ്ച് കളറ് വരും. അത് രണ്ടും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇനി അതങ്ങനെ ഒരുമിച്ച് കറിയിലൊഴിക്കുക. അപ്പോൾ അതോ അങ്കമാലി മീനിട്ട മാങ്ങാക്കറി റെഡി. നല്ല ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.